വോയിസ് ഓഫ് മുജിബിലേക്ക് എവർക്കും സ്വാഗതം. ചെന്നൈ സൂപ്പർ കിങ്സിന് പരിക്ക് വീണ്ടും തിരിച്ചടിയാകുന്നു. IPLന്റെ തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ പരിക്ക് വേട്ടയാടിയ ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. എല്ലീസിന് ഒറ്റ മത്സരം പോലും കളിക്കാൻ സാധ്യമായില്ല. പേസ് ബോളറായ ഖലീൽ അഹമ്മദിന് പരിക്ക് പറ്റി പുറത്തു പോകുന്നു. ശേഷം ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിരുന്ന യുവതാരം ആയുഷ് മാത്രേ നഷ്ടമാകുന്നു. ഇപ്പോഴിതാ വിദേശ താരം ഓൾറൗണ്ടർ ജാമി ഓവർട്ടന് പരിക്ക് മൂലം നഷ്ടമാകുന്നു. വലത് കാൽത്തുടക്കാണ് ജാമി ഓവർട്ടന് പരിക്ക് പറ്റിയിട്ടുള്ളത്. ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെന്റ് അറിയിക്കുന്നത് ജാമി ഓവർട്ടൻ നാട്ടിലേക്ക് മടങ്ങുന്നു. പരിക്കിന്റെ വിശദാംശം വ്യക്തമായതിനു ശേഷമായിരിക്കും റൂൾഡ് ഔട്ടിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നു. പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുന്നതിനാൽ ഒരുപക്ഷെ പരിക്ക് ഗുരുതരമല്ലെങ്കിൽ അവസാന മത്സരങ്ങളിലേക്ക് തിരിച്ചെത്താനുള്ള ശ്രമം ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നിലവിൽ റൂൾഡ് ഔട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം മികവാർന്ന പ്രകടനമാണ് ജാമി ഓവർട്ടൻ ബൗളിങ്ങിലും ബാറ്റിങ്ങിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വിദേശ താരത്തെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് നഷ്ടമാകുന്നത്. ബൗളിങ്ങിൽ 14 വിക്കറ്റുകളാണ് താരം നേടിയെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ലക്നൌവുമായിട്ടുള്ള മത്സരത്തിൽ 3 വിക്കറ്റ് പ്രകടനത്തിലൂടെ കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടതും ജാമി ഓവർട്ടനായിരുന്നു. ബാറ്റിങ്ങിലും ആവശ്യ സമയത്ത് വ്യക്തമായി നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന താരം കൂടിയാണ്. 136 റൺസാണ് ജാമി ഓവർട്ടൻ നേടിയെടുത്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു ഓൾറൗണ്ടറെ തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ഇപ്പോൾ നഷ്ടമാകുന്നത്. ചെന്നൈക്ക് നാളെ ലക്നൌവുമായി വീണ്ടും മത്സരത്തിന് ഇറങ്ങേണ്ടതുണ്ട്. ഇനി 3 മത്സരങ്ങളാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ശേഷിക്കുന്നത്. 11 മത്സരങ്ങളിൽ 12 പോയിന്റുമായി പ്ലേ ഓഫ് സാധ്യത ഇപ്പോഴും വളരെ വ്യക്തമായി നിലനിൽക്കുന്ന ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. അവിടെയാണ് പരിക്ക് ചെന്നൈ സൂപ്പർ കിങ്സിന് ഭീഷണിയായി മാറുന്നത്. നിലവിലെ സ്ക്വാഡിൽ നിന്ന് ഓവർട്ടന് പകരക്കാരനായി ആരെ കണ്ടെത്തും എന്നുള്ളതാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് തീർച്ചയായും ശേഷിക്കുന്ന 3 മത്സരങ്ങൾ വിജയിച്ച് പ്ലേ ഓഫ് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അവസാന 3 മത്സരങ്ങളിലും വിജയത്തോടെ ആ പ്രതീക്ഷ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പരിക്കൊരു വൻ തിരിച്ചടി തന്നെയാണ്. ഇത്തവണത്തെ IPLൽ ചെന്നൈ ടീമിനോളം പരിക്ക് വേട്ടയാടിയ മറ്റൊരു ടീമും ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.